UDF-ന് തന്നെ എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കൾ ഉൾപ്പെടെ അങ്ങോട്ടെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ലിജോ റോളൻസ് കൂടി ചേരുന്നുണ്ട്. ലിജോ, എത്രത്തോളം ആളുകൾ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. നിറയെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ എത്രത്തോളം സക്സസ് ആണ് പരിപാടിക്ക് മുമ്പ് തന്നെ യാത്ര? ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് ആ വിഷയം രാഷ്ട്രീയമായി കൂടെ കണ്ടുകൊണ്ട് ആദ്യം KPCC ആണ് വലിയ രീതിയിൽ അതിനെ 4 മേഖലകളിൽ നിന്നുള്ള ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ആരംഭിച്ചത്. വലിയ രീതിയിൽ ആ ജനപങ്കാളിത്തം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നടക്കുന്നത് UDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു ജാഥയാണ്. അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം തന്നെയുണ്ട്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് ഇപ്പോൾ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ പോലും, വിശ്വാസികൾക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുപക്ഷെ UDF-ന്റെ നേതാക്കളെല്ലാം അണിനിരക്കുന്ന ഒരു പ്രധാന പരിപാടി തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസ സംരക്ഷണ യാത്ര എന്ന് പറയുന്നത്. അതിൽ മുൻനിരയിൽ തന്നെ ഘടകകക്ഷികളുടെ നേതാക്കളെല്ലാം തന്നെ ഉണ്ട്. ആ നേതാക്കളെല്ലാം തന്നെ മുൻനിരയിൽ തന്നെ ഉണ്ട്. അതായത് പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷംസുദ്ദീൻ MLA പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സമാപന സമ്മേളനത്തിൽ മറ്റ് നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കും. CMP നേതാവായിട്ടുള്ള CP ജോൺ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ RSPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും കൊല്ലം MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രനും പങ്കെടുക്കുന്നുണ്ട്. അനൂപ് ജേക്കബ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ മറ്റെല്ലാവരും ഇവിടെ പങ്കെടുക്കുന്നു എന്നുള്ളത് എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ജനപങ്കാളിത്തം എന്ന് പറയുന്നത് ഒരുപക്ഷെ UDF പ്രതീക്ഷിച്ചതിനേക്കാളും സംഘാടനത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ രീതിയിലുണ്ട്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുണ്ട്. കേരള കോൺഗ്രസിന്റെ നമ്മളിപ്പോൾ കുളനടയിൽ കണ്ടതാണ്. വലിയ രീതിയിൽ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും കൂടെ അണിനിരന്നുകൊണ്ട് അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം തന്നെ ഇതിൽ വലിയൊരു ഘടകമായി കാണുകയും ചെയ്യുന്നു. M. ലിജു നമ്മോടൊപ്പം ചേരുകയാണ്. UDF-ലെ പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തോടു കൂടെയാണ് ഈ യാത്രയെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ജാഥ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ UDF പ്രവർത്തകർക്കൊപ്പം തന്നെ UDF പ്രവർത്തകർ ആയിരക്കണക്കിനുണ്ട്. പക്ഷേ സാധാരണ ജനങ്ങൾ ഇതിനകത്ത് പങ്കുചേരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിലെ വിഷയം അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആദ്യം വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിച്ചു. പിന്നീട് വിശ്വാസങ്ങളുടെ കേന്ദ്രമായിരിക്കുന്ന ആരാധനാലയങ്ങളുടെ സ്വത്തുക്കളും കൊള്ളയടിക്കുന്നു. ഇതിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. അപ്പോൾ വിശ്വാസം സംരക്ഷിക്കാനുള്ളൊരു പോരാട്ടത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനത അണിചേരുന്നതാണ് ഈ വിശ്വാസ സംരക്ഷണ ജാഥകളിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ജാഥകൾ നടത്തുമ്പോൾ തന്നെ മറുവശത്ത് CPM പറയുന്നത് അതിൽ പ്രതിയായിട്ടുള്ള ഒരാളിനെ അതിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്ന ഒരു പ്രതികൾ എന്ന് പറയുമ്പോൾ അതിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുക കേവലം ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ലല്ലോ ഇതിനകത്ത് പങ്കാളികളാവുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ പിന്തുണ ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയും വലിയ കൊള്ള നടക്കുന്നത്? അവിടാണ് വിഷയം. അപ്പോൾ അത് തന്നെയാണ്. അതായത് ഈ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട്, ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അപ്പോൾ രാഷ്ട്രീയമായി കൂടെ മുന്നോട്ട് കണ്ട് വിശ്വാസികളുടെ ഒപ്പം UDF ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ജാഥ നടക്കുന്നത്. ഏകദേശം 7-7.5 കിലോമീറ്ററാണ് ഈ ജാഥ നടന്നു പോകേണ്ടത്. ഇനിയിപ്പോൾ സമാപനം പന്തളത്തെ ബസ് സ്റ്റാൻഡിലാണ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ്. അവിടേക്ക് എത്തുമ്പോൾ 7.5 കിലോമീറ്ററോളം, അതായത് ഈ നേതാക്കളെല്ലാം നടന്ന് വലിയ രീതിയിൽ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു അണികൾ തന്നെയാണ് ഇതിൽ ചേരുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ UDF പ്രവർത്തകർ മാത്രമല്ല, മറിച്ച് ഈ സാധാരണയായിട്ടുള്ള വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ പങ്കുചേരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേതാക്കൾ പറയുന്നത്. അത്തരത്തിൽ തന്നെ മനസ്സിലാക്കുകയും വേണം. കാരണം അങ്ങോളം ഇങ്ങോളം 4 മേഖലാ ജാഥകൾ നടത്തി 4 നേതാക്കൾ അതിന് നേതൃത്വം നൽകി. K. മുരളീധരൻ ഉണ്ടായിരുന്നു. ആ വിവാദമൊക്കെ കെട്ടടങ്ങിയതോടുകൂടെ മുരളീധരൻ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുക കൂടി ചെയ്യുന്നതോടുകൂടെ അതൊരു ശക്തി പ്രകടനമായി കൂടെ മാറുക തന്നെ ചെയ്യും.